ഒരു നിമിഷം നിങ്ങളുടെ ചുറ്റുമൊന്ന് നോക്കൂ. ഒരുപാട് സാധനങ്ങൾ, അനാവശ്യ ചിന്തകൾ, അനാവശ്യ ചിലവുകൾ, ബന്ധങ്ങൾ, ഫോണിൽ തുറന്നു പോലും നോക്കാത്ത ആപ്പുകൾ, അല്ലേ? ഇവയെല്ലാം ചേർന്ന് നിങ്ങളുടെ ലൈഫിനെ അലങ്കോലപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ലോകമെമ്പാടുമുള്ള സക്സസ്ഫുൾ ആയ ആളുകൾ ഫോളോ ചെയ്യുന്ന മിനിമലിസം എന്ന ലൈഫ് സ്റ്റൈലിനെ കുറിച്ചാണ്. എന്താണ് മിനിമലിസം? വളരെ കുറഞ്ഞ സാധനങ്ങൾ കൊണ്ട് മികച്ച സന്തോഷമുള്ള ജീവിതം നയിക്കുക എന്നതാണ് മിനിമലിസം. നമ്മുടെ ലൈഫിലെ അനാവശ്യമായവ ഒഴിവാക്കി ശരിക്കും സന്തോഷം തരുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ഇടം ഉണ്ടാക്കുന്നതിനെയാണ് മിനിമലിസം എന്ന് പറയുന്നത്. ഒരു മിനിമലിസ്റ്റ് ലൈഫിലേക്ക് ആദ്യത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പാണ് ഡീക്ലട്ടറിങ്. നമുക്കിത് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഓരോ ഭാഗത്തും പ്രായോഗികമായി നടപ്പിലാക്കാം എന്ന് നോക്കാം. മാറ്റം തുടങ്ങേണ്ടത് നമ്മുടെ ചുറ്റുപാടിൽ നിന്നാണ്. നമ്മുടെ വീടിനുള്ളിലെ ഓരോ വസ്തുവും നമ്മുടെ മാനസിക ഊർജത്തെ സ്വാധീനിക്കുന്നുണ്ട്. നമ്മുടെ വീടും പരിസരവുമാണ് നമ്മുടെ മനസ്സിന്റെ റിഫ്ലക്ഷൻ. ഫിസിക്കൽ സ്പേസ് ഡീക്ലട്ടർ ചെയ്യാൻ ഈ 5 റൂൾസ് ഫോളോ ചെയ്യുക. റൂൾ നമ്പർ 1, 1 in 1 out റൂൾ. നിങ്ങളുടെ വീട്ടിലേക്ക് പുതിയൊരു സാധനം വാങ്ങിക്കുമ്പോൾ പഴയൊരെണ്ണം ഒഴിവാക്കുക. ഇത് സാധനങ്ങൾ കുന്നുകൂടുന്നത് ഒഴിവാക്കും. റൂൾ നമ്പർ 2, ഒരു സാധനം കളയണോ വേണ്ടയോ എന്ന് കൺഫ്യൂഷൻ വരുമ്പോൾ കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ നിങ്ങൾ അത് ഉപയോഗിച്ചോ? ഇനി വരാനുള്ള 6 മാസത്തിനുള്ളിൽ അത് ഉപയോഗിക്കാൻ സാധ്യതയുണ്ടോ? ഈ 2 ചോദ്യത്തിനും ഉത്തരം ഇല്ല എന്നാണെങ്കിൽ ആ സാധനം നിങ്ങളുടെ ലൈഫിൽ ഒരു ഭാരം മാത്രമാണ്. അത് ഒഴിവാക്കുക. റൂൾ നമ്പർ 3, ദ ഫ്ലാറ്റ് സർഫേസ് റൂൾ. നിങ്ങളുടെ ഡൈനിങ് ടേബിൾ, വർക്ക് ഡെസ്ക്, കിച്ചൺ കൗണ്ടർ എന്നിവ ഒരിക്കലും സാധനങ്ങൾ കൂട്ടിയിടാനുള്ള ഇടമാക്കരുത്. ഫ്ലാറ്റ് സർഫേസസ് എപ്പോഴും കാലിയായി കിടക്കാൻ ശ്രദ്ധിക്കുക. കണ്ണുകൾക്ക് കിട്ടുന്ന ഈ വിഷ്വൽ ക്ലാരിറ്റി നിങ്ങളുടെ സ്ട്രെസ് ലെവൽ പകുതിയായി കുറയ്ക്കും. റൂൾ നമ്പർ 4, ദ 2 minute ഡീക്ലട്ടർ റൂൾ. ഒരു സാധനം അതിൻ്റെ കൃത്യമായ സ്ഥലത്ത് എടുത്തു വെക്കാൻ 2 മിനിറ്റ് താഴെ സമയം മതിയെങ്കിൽ അത് പിന്നെ ചെയ്യാമെന്ന് കരുതി മാറ്റിവെക്കരുത്. അപ്പോൾ തന്നെ ചെയ്യുക. അലക്ഷ്യമായി വലിച്ചെറിയുന്ന ചെറിയ സാധനങ്ങളാണ് പിന്നീട് വലിയൊരു ക്ലീനിങ് ടാസ്കായി നിങ്ങളുടെ മുൻപിൽ വരുന്നത്. റൂൾ നമ്പർ 5, മിനിമലിസ്റ്റ് ഡെക്കോർ. വീട് ഭംഗിയാക്കാൻ കുറേ ഷോപ്പീസുകൾ വാരിക്കൂട്ടണമെന്നില്ല. കുറച്ച് സാധനങ്ങൾ മാത്രം വയ്ക്കുക. പക്ഷേ ഉള്ളവയ്ക്ക് നല്ല ക്വാളിറ്റിയും മീനിങ്ങും ഉണ്ടായിരിക്കണം. മിനിമലിസം നിങ്ങളുടെ വീടിന് കൂടുതൽ പോസിറ്റീവ് എനർജി നൽകും. അടുത്തത് ഡിജിറ്റൽ ക്ലീനപ്പ് ആണ്. ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഡിജിറ്റൽ മിനിമലിസമാണ്. നമ്മൾ ഉണരുന്ന നിമിഷം മുതൽ ഉറങ്ങുന്നതുവരെ ഡിജിറ്റൽ സ്ക്രീനുകൾക്ക് മുൻപിൽ ചിലവഴിക്കുന്ന സമയം നമ്മുടെ മാനസികാരോഗ്യത്തെയും ക്രിയേറ്റിവിറ്റിയെയും നന്നായി എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഡിജിറ്റൽ ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കാൻ ഇനി പറയുന്ന 5 റൂൾസ് ഫോളോ ചെയ്യുക. റൂൾ നമ്പർ 1, ദ ഗേറ്റ് കീപ്പർ റൂൾ. നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഫീഡിൽ വരുന്നത് എന്താണെന്ന് നിങ്ങൾ തീരുമാനിക്കണം. നിങ്ങളെ ഇൻസ്പയർ ചെയ്യാത്ത വെറുതെ സമയം കളയുന്ന അക്കൗണ്ടുകൾ ഇന്ന് തന്നെ അൺഫോളോ ചെയ്യുക. ഇൻബോക്സ് നിറയ്ക്കുന്ന അനാവശ്യ ഇമെയിൽ, ന്യൂസ് ലെറ്ററുകൾ അൺസബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഡിജിറ്റൽ സ്പേസിലേക്ക് ആര് വരണമെന്നതിൻ്റെ ഗേറ്റ് കീപ്പർ നിങ്ങളാവുക. റൂൾ നമ്പർ 2, ദ ബോറിംഗ് ഫോൺ ട്രിക്ക്. നമ്മുടെ ഫോണിലെ ആപ്പുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ നമ്മളെ അഡിക്റ്റ് ആക്കാനാണ്. ആ ആകർഷകമായ നിറങ്ങളാണ് നമ്മളെ അതിൽ തളച്ചിടുന്നത്. ഫോൺ സെറ്റിംഗ്സിൽ പോയി ഡിസ്പ്ലേ ഗ്രേ സ്കെയിൽ അഥവാ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി നോക്കൂ. ഫോണിൻ്റെ ആകർഷണം പകുതിയായി കുറയും. സ്വാഭാവികമായും നിങ്ങളുടെ സ്ക്രീൻ ടൈമും. റൂൾ നമ്പർ 3, 0 നോട്ടിഫിക്കേഷൻ. ഓരോ തവണ നോട്ടിഫിക്കേഷൻ വരുമ്പോഴും നിങ്ങളുടെ ഫോക്കസ് ആണ് നഷ്ടപ്പെടുന്നത്. അത്യാവശ്യ കോളുകൾക്കും മെസ്സേജുകൾക്കും ഒഴികെ മറ്റെല്ലാ സോഷ്യൽ മീഡിയ ആപ്പുകളുടെയും നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്യുക. ലോകത്ത് എന്ത് നടന്നാലും അതറിയാൻ നിങ്ങൾക്ക് ആപ്പ് തുറന്നാൽ മതി. ആപ്പുകൾ നിങ്ങളെ വിളിച്ചു വരുത്താൻ അനുവദിക്കരുത്. റൂൾ നമ്പർ 4, ഡിജിറ്റൽ ഡെഡ് സോൺ. നിങ്ങളുടെ ജീവിതത്തിൽ ഫോൺ കയറ്റാൻ പാടില്ലാത്ത ചില ഇടങ്ങളും സമയങ്ങളും നിശ്ചയിക്കുക. ഉദാഹരണത്തിന്, ഭക്ഷണം കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുൻപോ ഫോൺ തൊടില്ല എന്ന് തീരുമാനിക്കുക. ആ സമയം നിങ്ങളുടെ കുടുംബത്തിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ചിന്തകൾക്കോ വേണ്ടി മാറ്റിവെക്കുക. റൂൾ നമ്പർ 5, ഹോം സ്ക്രീൻ ക്ലീനിങ്. ഫോൺ തുറക്കുമ്പോൾ തന്നെ 100 ആപ്പുകൾ കാണുന്നത് നിങ്ങളുടെ മനസ്സിനെ കൺഫ്യൂസ്ഡ് ആക്കും. അത്യാവശ്യം വേണ്ട 4 or 5 ആപ്പുകൾ മാത്രം ഹോം സ്ക്രീനിൽ വെക്കുക. ബാക്കിയുള്ളവ ഫോൾഡറുകളിലേക്ക് മാറ്റുകയോ ഹൈഡ് ചെയ്യുകയോ ചെയ്യുക. കാണാത്ത സാധനത്തോടുള്ള താല്പര്യം താനെ കുറഞ്ഞോളും. അടുത്തത് ഫിനാൻഷ്യൽ മിനിമലിസമാണ്. മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ വാങ്ങിക്കൂട്ടുന്ന പല സാധനങ്ങളും ശരിക്കും നമ്മുടെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിനെയാണ് ഇല്ലാതാക്കുന്നത്.
പണത്തിന്റെ കാര്യത്തിൽ ഒരു മിനിമലിസ്റ്റ് ആവാൻ ഇനി പറയുന്ന 5 റൂൾസ് ഫോളോ ചെയ്യുക. റൂൾ നമ്പർ 1, ദ 48-hour റൂൾ. ഓൺലൈൻ സൈറ്റുകളിൽ ഒരു ഓഫർ കാണുമ്പോഴോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു സാധനം വാങ്ങണമെന്ന് തോന്നുമ്പോഴോ ഉടനെ ഓർഡർ ചെയ്യരുത്. 2 days വെയിറ്റ് ചെയ്യുക. ആ സമയം കഴിയുമ്പോഴേക്കും ആ സാധനത്തോടുള്ള ആവേശം പകുതിയായി കുറഞ്ഞിട്ടുണ്ടാവും. മിക്കവാറും അത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒന്നാണെന്ന് അപ്പോൾ മനസ്സിലാകും. റൂൾ നമ്പർ 2, ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി. വില കുറവാണെന്ന് കരുതി ഗുണമില്ലാത്ത 5 സാധനങ്ങൾ വാങ്ങുന്നതിനേക്കാൾ എത്രയോ ലാഭകരമാണ് കൂടുതൽ കാലം നിലനിൽക്കുന്ന മികച്ച ക്വാളിറ്റിയുള്ള ഒരു സാധനം വാങ്ങുന്നത്. ഇത് പണം ലാഭിക്കാൻ മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിന് ഒരു സ്റ്റാൻഡേർഡ് നൽകാനും സഹായിക്കും. റൂൾ നമ്പർ 3, എക്സ്പീരിയൻസ് ഓവർ അസറ്റ്സ്. നിങ്ങളുടെ വീട് സാധനങ്ങൾ കൊണ്ട് നിറയ്ക്കുന്നതിനേക്കാൾ നിങ്ങളുടെ മനസ്സ് അനുഭവങ്ങൾ കൊണ്ട് നിറയ്ക്കാൻ ശ്രമിക്കുക. ഒരു പുതിയ ഗാഡ്ജറ്റ് വാങ്ങുന്നതിനേക്കാൾ വാല്യൂ ഒരു യാത്രയ്ക്കോ അല്ലെങ്കിൽ പുതിയൊരു സ്കിൽ പഠിക്കുന്നതിനോ പണം ചെലവാക്കുമ്പോൾ ലഭിക്കും. സാധനങ്ങൾ നൽകുന്ന സന്തോഷം താൽക്കാലികമാണ്, എന്നാൽ അനുഭവങ്ങൾ നൽകുന്ന സന്തോഷം ആജീവനാന്തം നിലനിൽക്കും. റൂൾ നമ്പർ 4, ഓട്ടോമേറ്റഡ് സേവിങ്സ്. പൈസ ചെലവാക്കിയതിന് ശേഷം ബാക്കി വരുന്നത് സേവ് ചെയ്യാമെന്ന് കരുതുന്നത് തെറ്റായ രീതിയാണ്. പകരം സാലറി കിട്ടിയ ഉടനെ ഒരു നിശ്ചിത ശതമാനം ഓട്ടോമാറ്റിക്കായി ഒരു സേവിങ്സ് അക്കൗണ്ടിലേക്കോ ഇൻവെസ്റ്റ്മെന്റിലേക്കോ മാറ്റണം. ബാക്കിയുള്ള പൈസ കൊണ്ട് ജീവിക്കാൻ പഠിക്കുന്നതാണ് യഥാർത്ഥ മിനിമലിസം. റൂൾ നമ്പർ 5, റിവ്യൂ യുവർ സബ്സ്ക്രിപ്ഷൻസ്. നമ്മൾ അറിയാതെ നമ്മുടെ പോക്കറ്റിൽ നിന്ന് പണം ചോർത്തുന്നവയാണ് OTT പ്ലാറ്റ്ഫോമുകൾ, മ്യൂസിക് ആപ്പുകൾ തുടങ്ങിയ. ഓരോ മാസവും ഇത് റിവ്യൂ ചെയ്യുക. നിങ്ങൾ ആക്റ്റീവായി ഉപയോഗിക്കാത്ത ഒരു സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ ക്യാൻസൽ ചെയ്യുക. ചെറിയ തുകയല്ലേ എന്ന് കരുതരുത്. ലോങ് റണ്ണിൽ ഇത് വലിയൊരു ലാഭമായി മാറും. അടുത്തതാണ് റിലേഷൻഷിപ്പ് മിനിമലിസം. നിങ്ങളെ സന്തോഷിപ്പിക്കാത്ത ബന്ധങ്ങൾ കൊണ്ട് നടക്കുന്നത് തുള വീണ ഒരു പാത്രത്തിൽ വെള്ളം നിറയ്ക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ്. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ശരിക്കും നിങ്ങൾക്ക് നിങ്ങളെ തന്നെയാണ് നഷ്ടപ്പെടുന്നത്. ബന്ധങ്ങളെ സമാധാനം കണ്ടെത്താൻ ഇനി പറയുന്ന 5 റൂൾസ് ശ്രദ്ധിക്കുക. റൂൾ നമ്പർ 1, ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി. സോഷ്യൽ മീഡിയയിൽ ആയിരക്കണക്കിന് ഫ്രണ്ട്സ് ഉള്ളതിലല്ല കാര്യം. നിങ്ങളുടെ തളർച്ചയിൽ ഒപ്പം നിൽക്കുന്ന, നിങ്ങളെ ജഡ്ജ് ചെയ്യാത്ത ആ 2-3 സുഹൃത്തുക്കൾ മതി. അനാവശ്യമായ വലിയ സർക്കിളുകൾ ഒഴിവാക്കി ശരിക്കും മാറ്റർ ചെയ്യുന്ന ആളുകൾക്കായി കൂടുതൽ സമയം മാറ്റിവെക്കുക. റൂൾ നമ്പർ 2, സേ നോ വിത്തൗട്ട് ഗിൽറ്റ്. താല്പര്യമില്ലാത്ത പാർട്ടികൾക്കോ നിങ്ങളുടെ എനർജി കളയുന്ന കൂട്ടുകെട്ടുകൾക്കോ നോ പറയാൻ മടിക്കരുത്. ഒരാളെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ ഒരു കാര്യത്തിന് സമ്മതിക്കുമ്പോൾ ശരിക്കും നിങ്ങളോട് തന്നെയാണ് നിങ്ങൾ നീതികേട് കാണിക്കുന്നത്. നിങ്ങളുടെ സമയം വിലപ്പെട്ടതാണ്. അത് ആർക്ക് നൽകണമെന്നത് നിങ്ങൾ തീരുമാനിക്കുക. റൂൾ നമ്പർ 3, ഡിസ്റ്റൻസ് ഫ്രം ടോക്സിക് പീപ്പിൾ. നിങ്ങൾ എപ്പോഴും തളർത്തുന്ന, നിങ്ങളുടെ സ്വപ്നങ്ങളെ കളിയാക്കുന്ന ആളുകളിൽ നിന്ന് മാന്യമായ അകലം പാലിക്കുക. അവരെ മാറ്റാൻ നിങ്ങൾക്ക് കഴിയില്ല, പക്ഷെ അവർക്ക് നിങ്ങളുടെ ജീവിതത്തിലുള്ള സ്വാധീനം കുറയ്ക്കാൻ നിങ്ങൾക്ക് കഴിയും. സമാധാനം തരുന്ന ഇടങ്ങളിലേക്ക് മാത്രം ശ്രദ്ധ നൽകുക. റൂൾ നമ്പർ 4, മൈൻഡ്ഫുൾ കമ്മ്യൂണിക്കേഷൻ. എല്ലാവരോടും എല്ലാ കാര്യങ്ങളും പങ്കുവെക്കേണ്ടതില്ല. നിങ്ങളുടെ സ്വകാര്യതയ്ക്കും ചിന്തകൾക്കും ഒരു അതിർവരമ്പ് ഉണ്ടാവണം. അനാവശ്യമായ ഗോസിപ്പുകളിൽ നിന്നും തർക്കങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക. കുറച്ച് സംസാരിക്കുക, കൂടുതൽ കേൾക്കുക. ഇത് ബന്ധങ്ങളിൽ കൂടുതൽ ബഹുമാനം നൽകും. റൂൾ നമ്പർ 5, ഇന്റൻഷണൽ പ്രസൻസ്. മിനിമലിസം എന്നാൽ ബന്ധങ്ങൾ കുറയ്ക്കുക എന്ന് മാത്രമല്ല, ഉള്ള ബന്ധങ്ങൾക്ക് കൂടുതൽ മൂല്യം നൽകുക എന്നുകൂടിയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ഇരിക്കുമ്പോൾ ഫോൺ മാറ്റിവെക്കുക. അവർ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുക. ആ നിമിഷങ്ങളിൽ ഡിജിറ്റൽ ഡിസ്ട്രാക്ഷൻസ് ഇല്ലാതെ പൂർണ്ണമായും അവർക്കൊപ്പം ചെലവഴിക്കുക. അടുത്തതാണ് മെന്റൽ മിനിമലിസം. അനാവശ്യ ചിന്തകളും കഴിഞ്ഞുപോയ കാര്യങ്ങളും കുത്തിനിറച്ച് മനസ്സിനെ ഒരു ഭാരമാക്കരുത്. ഉള്ളിൽ സമാധാനമുണ്ടെങ്കിൽ മാത്രമേ പുറത്ത് വിജയമുണ്ടാവൂ. മനസ്സിനെ ക്ലീൻ ആക്കി വെക്കാൻ ഇനി പറയുന്ന 5 റൂൾസ് ശീലിക്കുക. റൂൾ നമ്പർ 1, ബ്രെയിൻ ഡംപ്. മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ സ്ട്രെസ് അനുഭവപ്പെടുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ ചിന്തകളെല്ലാം ഒരു പേപ്പറിലേക്കോ ഡയറിയിലേക്കോ എഴുതി വയ്ക്കുക. കാര്യങ്ങൾ തലയ്ക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിന് ഒരു റിലാക്സേഷൻ ലഭിക്കും. എഴുതി കഴിയുമ്പോൾ പ്രശ്നങ്ങൾ അത്ര വലുതല്ലെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നി തുടങ്ങും. റൂൾ നമ്പർ 2, സിംഗിൾ ടാസ്കിങ്. ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ മനസ്സിനെ പെട്ടെന്ന് തളർത്തും. പകരം ഒരു സമയത്ത് ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ആ ജോലി തീരുന്നത് വരെ മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കരുത്. ഈ ശീലം നിങ്ങളുടെ ജോലിയുടെ ക്വാളിറ്റിയും മനസ്സിന്റെ ശാന്തതയും വർദ്ധിപ്പിക്കും. റൂൾ നമ്പർ 3, ലെറ്റ് ഗോ ഓഫ് ദി പാസ്റ്റ്. മാറ്റാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്നത് വെറും സമയനഷ്ടമാണ്. നടന്ന കാര്യങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുക, എന്നിട്ട് അത് അവിടെ ഉപേക്ഷിക്കുക.
നിങ്ങളുടെ എനർജി ഇന്ന് എന്ത് ചെയ്യാൻ കഴിയുമെന്നതിലേക്ക് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. റൂൾ നമ്പർ 4, ഡിജിറ്റൽ ഫാസ്റ്റിംഗ് ഫോർ മൈൻഡ്. ദിവസവും കുറച്ച് സമയം ഒന്നും ചെയ്യാതെ മിണ്ടാതിരിക്കുക. പാട്ടുകൾ കേൾക്കാതെ, ഫോൺ നോക്കാതെ, ആരോടും സംസാരിക്കാതെ ഒരു 10 മിനിറ്റ്. ആ നിശബ്ദത നിങ്ങളുടെ മനസ്സിനെ റീചാർജ് ചെയ്യാനുള്ള സമയമാണ്. റൂൾ നമ്പർ 5, ഇന്റൻഷണൽ കൺസംഷൻ. കണ്ണിൽ കാണുന്ന എല്ലാ വാർത്തകളും വീഡിയോകളും നിങ്ങളുടെ ഉള്ളിലേക്ക് കയറ്റരുത്. നിങ്ങളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന കാര്യങ്ങൾ മാത്രം കാണുകയും കേൾക്കുകയും ചെയ്യുക. ഇപ്പോൾ നമ്മൾ നമ്മുടെ ലൈഫിൽ 5 പാർട്ടിൽ എങ്ങനെയാണ് മിനിമലിസം നടത്തേണ്ടത് എന്ന് സംസാരിച്ചു കഴിഞ്ഞു. ഇതൊക്കെ കേൾക്കുമ്പോൾ നല്ല കാര്യമാണെന്ന് തോന്നും, പക്ഷേ പ്രവൃത്തിയിൽ കൊണ്ടുവരുമ്പോഴാണ് മാറ്റം തുടങ്ങുന്നത്. അടുത്തതായി ഒരു 30 ഡേ മിനിമലിസം ചലഞ്ച് നൽകുകയാണ്. വലിയ കാര്യങ്ങളൊന്നുമല്ല, സിമ്പിളായ ഒരു തുടക്കം. ആദ്യത്തെ 10 ദിവസം നിങ്ങളുടെ വീട്ടിലെ അനാവശ്യമായ ഒരു സാധനം വീതം ദിവസവും ഒഴിവാക്കുക. അതൊരു പഴയ തുണിയോ പൊട്ടിയ പേനയോ എന്തുമാവാം. അടുത്ത 10 ദിവസം നിങ്ങളുടെ ഫോണിലെ അനാവശ്യമായ ഒരു ആപ്പ് വീതം ദിവസവും ഡിലീറ്റ് ചെയ്യുക. ഒപ്പം നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്യുക. അവസാന 10 ദിവസം ദിവസവും 10 മിനിറ്റ് ഫോണോ ഡിസ്ട്രാക്ഷൻസോ ഇല്ലാതെ വെറുതെ ശാന്തമായി ഇരിക്കുക. ഈ 30 ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലും നിങ്ങളുടെ ചുറ്റിലും ഉണ്ടാകുന്ന മാറ്റം നിങ്ങളെ അത്ഭുതപ്പെടുത്തും. മിനിമലിസം എന്ന് പറയുന്നത് വെറും ഒരു ക്ലീനിങ് പ്രോസസ്സല്ല, അതൊരു ജീവിത രീതിയാണ്. കൂടുതൽ വേണം എന്ന ഓട്ടത്തിനിടയിൽ നമുക്ക് നഷ്ടപ്പെട്ട സമാധാനം തിരിച്ചു പിടിക്കാനുള്ള വഴി. ഈ വീഡിയോ കണ്ടതുകൊണ്ട് മാത്രം നിങ്ങളുടെ ജീവിതം മാറില്ല. അതിലെ പോയിന്റുകൾ പ്രാവർത്തികമാക്കുമ്പോൾ മാത്രമേ മാറ്റം തുടങ്ങുകയുള്ളൂ. ഈ ചലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറുള്ളവർ താഴെ ചലഞ്ച് ആക്സെപ്റ്റഡ് എന്ന് കമൻറ്റ് ചെയ്യുക. 30 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്ന് നിങ്ങളുടെ അനുഭവം ഇവിടെ പങ്കുവയ്ക്കുക. വീഡിയോ